ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 37 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നത്തെ വചനഭാഗത്തിൽ നാം കാണുന്നത് യേശുവിനെ ഒരു ഫരിസേയൻ തന്റെ വീട്ടിൽ വിരുന്നിനായി ക്ഷണിക്കുന്നതാണ്. യേശു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൻ കൈ കഴുകിയില്ലെന്ന് കണ്ട് ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അവരുടെ മനസ്സിൽ ശുദ്ധത എന്നത് വെറും ആചാരപരമായ കാര്യമായിരുന്നു. പുറമെ വൃത്തിയുള്ളതായി തോന്നിയാൽ മതി എന്ന്. പക്ഷേ യേശു അവിടെ വലിയൊരു സത്യം വെളിപ്പെടുത്തി. ദൈവം നോക്കുന്നത് പുറമല്ല, ഹൃദയത്തിന്റെ ഉള്ളിലാണെന്ന്. ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെ പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു എന്ന് യേശു പറയുന്നു. അതായത്, ദൈവം നമ്മെ കാണുന്നത് നമ്മുടെ വാക്കുകളിലൂടെയോ രൂപത്തിലൂടെയോ അല്ല, മറിച്ച് നമ്മുടെ ഉദ്ദേശം എത്ര സത്യസന്ധമാണെന്ന് തന്നെയാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാം പുറത്തേക്ക് വൃത്തിയുള്ള ജീവിതം കാണിക്കാനാണ് ഏറെ ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയിലോ മറ്റുള്ളവരുടെ മുന്നിലോ നല്ലവരായി തോന്നണമെന്ന് നമുക്ക് തോന്നും. നല്ല വാക്കുകൾ പോസ്റ്റ് ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നു. പക്ഷെ ചിലപ്പോൾ ഹൃദയത്തിൽ അസൂയ, അഭിമാനം, അഹങ്കാരം, കപടത എന്നിവയും നിറഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞത് അതാണ്: പുറം വൃത്തിയാക്കുന്നതിന് മുമ്പ് ഉള്ളിൽ ശുദ്ധമാക്കുക. ദൈവത്തിന് പ്രിയമായത് നമ്മുടെ ഒരു ശുദ്ധമായ മനസ്സാണ്. സ്നേഹത്താൽ, കരുണയാൽ, ക്ഷമയാൽ നിറഞ്ഞ ഹൃദയം. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ദാനം വെറും പണമായല്ല, നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, മറ്റുള്ളവർക്കായി ചെലവിടുന്ന മനസ്സ്, അതാണ് യഥാർത്ഥ ധനം. നമ്മൾ ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം ജീവിക്കുന്നതാകുന്നത്. ചിലപ്പോൾ നമ്മൾ ദേവാലയത്തിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ വീട്ടിൽ ആരെയെങ്കിലും അവഗണിക്കുകയാണെങ്കിൽ, അയൽക്കാരനെ കുറിച്ച് തെറ്റായി പറയുകയാണെങ്കിൽ, അതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധമല്ല. ദൈവം ചോദിക്കുന്നത് ഒരു ശുദ്ധമായ ഹൃദയമാണ്, പുറമേയല്ല. ഉള്ളിൽ നിന്ന് നീ എങ്ങനെയാണ് നോക്കുക എന്നതാണ് യേശുവിന്റെ സന്ദേശം. ഇന്ന് നമ്മൾ ഓരോരുത്തരും അതിനായി ആലോചിക്കാം. ഞാൻ പുറത്ത് ഭക്തനായിരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ ഹൃദയം എത്രത്തോളം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.